ഹലോ അസ്സലാമു അലൈക്കും. എങ്ങനെ ഇതുപോലെ എളുപ്പമായിട്ടും ടേസ്റ്റിയായിട്ടും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ. അതിന് ഞാൻ തന്നെ ഒരു മിക്സിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിന് സുർക്ക അല്ലെങ്കിൽ തൈരാലും പ്രശ്നമല്ല. ഇനി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടാൽ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് നിർബന്ധമല്ല. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കേക്കിച്ച കാട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തിലും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം, അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും. അതിനുശേഷം ഒരു പാനിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഒരു ഭാഗം സെറ്റായതിനു ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ 2 ഭാഗങ്ങളും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വീട്ടിൽ എളുപ്പമായിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. വീട്ടിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ.